Hello all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോർഡിനേറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു ബേസ് നമുക്ക് ഇനി ആവശ്യമാണ്. ഇനി വരുന്ന എല്ലാ ടോപ്പിക്കിലും ആസ് ലോങ് ആസ് യു ആർ വിത്ത് ഇലക്ട്രോഡൈനാമിക്സ് യു ആർ സപ്പോസ്ഡ് ടു നോ എവറിത്തിങ് ഇൻ ദാറ്റ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അതാണ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഓക്കെ, ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് പഠിക്കാനുള്ള ടൂൾസ് ഡെവലപ്പ് ചെയ്യണം. ഇലക്ട്രോഡൈനാമിക്സ് എന്ന് മാത്രം പറഞ്ഞുകൂടാ, നമുക്കൊരു പക്ഷേ ഫിസിക്സ് പഠിക്കാനുള്ള ടൂൾസാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ ഇപ്പോൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ഇലക്ട്രോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് ഡയറക്റ്റ്ലി ഇതിലേക്കല്ല നമ്മൾ വരുന്നത്. നമുക്ക് ചെറിയൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അത് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയും. എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ്? നിങ്ങൾ ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചത് ടോട്ടൽ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയാം? സിമ്പിൾ ആണ്, കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് സാധാരണ നമുക്ക് y ഈക്വൽ ടു എക്സ് സെഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതാം. y ഈക്വൽ ടു എക്സ് സെഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതാം, അല്ലെ? ഇതിന്റെ ടോട്ടൽ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കാണുക? dy ബൈ dx വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെന്ന് കരുതാം, അല്ലെ? dy ബൈ dx എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണാം? എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ, അല്ലെ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അല്ലെ? പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, അല്ലെ? എക്സ് സെഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക. അപ്പൊ അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്, അല്ലെ? അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം, അല്ലെ? dy ബൈ dx ഈക്വൽ ടു എക്സ് ഇൻറ്റു dz ബൈ dx പ്ലസ് z ഇൻറ്റു 1, അല്ലെ? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്. dy ബൈ ഇതിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? 1 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഇതാണ്. ഇനി ഇതാണ് ടോട്ടൽ ഡെറിവേറ്റീവ്, ഇതാണ് നിങ്ങൾ പഠിച്ച സാധനം. ഇനി ഞാൻ പാർഷ്യൽ ഡെറിവേറ്റീവ് പറയാൻ പോകുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവിനെ നമ്മൾ എങ്ങനെയാ സൂചിപ്പിക്കുക? ഡെൽ വൈ ബൈ ഡെൽ എക്സ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇതിനെ ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് പറയും. ഈ ഡോ എന്ന് പറയുന്ന പ്രയോഗം കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കേരളത്തിൽ പറയുന്നത്. അപ്പം സാധാരണ ഡെൽ എന്ന് തന്നെ പറയാം. ഡെൽ എന്ന് പറഞ്ഞാൽ കുറെ ആളുകളുണ്ട്, അല്ലെ? കുറെ ഡെല്ലിനെ പരിചയപ്പെടുത്തരാം. ഒന്ന് ഇതിനെ ഡെൽ എന്ന് പറയാറുണ്ട്, ഇതിനെ ഡെൽ എന്ന് പറയാറുണ്ട്, ഇതിനെ ഡെൽ എന്ന് പറയാറുണ്ട്, ഇതിനെ ഡെൽ എന്ന് പറയാറുണ്ട്. അങ്ങനെ കുറെ ഡെല്ലുകളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ, ഒരു ഐഡന്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഡോ എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ ഇനിയുള്ള ക്ലാസ്സിൽ ഇതിനെ ഡോ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഓക്കെ, അപ്പോ എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം ടോട്ടൽ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ്. ഇതിന്റെ അർത്ഥം പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ്. എന്താ പാർഷ്യൽ എന്ന് പറഞ്ഞാല് നമ്മള് വിത്ത് റെസ്പെക്ട് ടു x ആണ്. അപ്പൊ ഇതിനകത്ത് എക്സിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മതി, ബാക്കിയുള്ളതിനെ ഒക്കെ എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യുക, അല്ലെ? അത് ഏത് ക്വാണ്ടിറ്റി ആയാലും എക്സ് വൈ സെഡ് എന്തും ആയിക്കോട്ടെ, എന്തായാലും ഇവിടെ എന്താണോ അതുകൊണ്ട് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് എക്സ് സെഡ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ആണ്, അല്ലെ? y ഈക്വൽ ടു എക്സ് സെഡ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ഡോ വൈ ബൈ ഡോ എക്സ് ആണ്. അപ്പൊ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആ ചെയ്യേണ്ടത്. ഇതിനകത്ത് എക്സിന്റെ ഫംഗ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഏതാണ്? എക്സ് ആണ്, അല്ലെ? ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അതെന്ത് ചെയ്യാ? കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ എഴുതാം, z, അല്ലെ? z കോൺസ്റ്റന്റ് ആണ്, അല്ലെ? ഇനി എന്ത് ചെയ്യാം? വിത്ത് റെസ്പെക്ട് ടു ബാക്കിയുള്ള എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1. ഇതിന്റെ ആൻസർ z ആണ്. ഇതിന്റെ ആൻസർ എന്താണ്? എക്സ് ഡി സെഡ് ബൈ ഡി എക്സ് പ്ലസ് സെഡ് ആണ്. അതാണ് മാറ്റം. ടോട്ടൽ ഡെറിവേറ്റീവും പാർഷ്യൽ ഡെറിവേറ്റീവും തമ്മിലുള്ള മാറ്റം അതാണ്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു ഫംഗ്ഷൻ പറയാണ്. y ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് വൈ സെഡ്, അല്ലെ? അല്ലെങ്കിൽ ഒരു പി വൈ ഇവിടെ ഉണ്ടായിരുന്നു. പി ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് വൈ സെഡ്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം? ഡോ പി ബൈ ഡോ എക്സ് കാണണം. ഡോ പി ബൈ ഡോ എക്സ്. We have to differentiate p partially with respect to x. With respect to x ആണ്. x നെ മാത്രം നോക്കുക, ബാക്കിയുള്ളതിനൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെ? അപ്പൊ ബാക്കിയുള്ള എന്താ അവിടെ അല്ലേ? yz കോൺസ്റ്റന്റ് ആണ്, അതിനെ മാറ്റിക്കുക, അല്ലെ? അത് നമ്മള് ഡിഫറൻസിയേഷൻ അങ്ങനെ തന്നെ അല്ലേ? ഇപ്പൊ 2x ന്റെ ഡിഫറൻഷ്യൽ എന്താ? 2, അല്ലെ? 2 നെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി അവിടെ മാറ്റി നിർത്തി. അതുപോലെ yz നെ കോൺസ്റ്റന്റ് ആക്കി, ബാക്കി വിത്ത് റെസ്പെക്ട് ടു x ആണ്. ഇ റൈസ് ടു എക്സ് എന്താ? ഇ റൈസ് ടു എക്സ്. ഇനി ഇതിന് തന്നെ ഡോ പി വൈ ഡോ വൈ ചെയ്യാണ് ചെയ്തത്, അല്ലെ? യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് പി വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി, അല്ലെ? അപ്പൊ ഇതിനകത്ത് വൈ ഉണ്ട്, ബാക്കിയുള്ളതിനെ കോൺസ്റ്റന്റ് ആക്കുക. ഇ റൈസ് ടു എക്സ് സെഡ് ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു വൈ. വൈന്റെ ഫംഗ്ഷൻ ഏതാ അവിടെ അല്ലേ? വൈ.
ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ 1. അപ്പൊ e റൈസ് ടു എക്സ് സെഡ് ആണ് ഇതിന്റെ ആൻസർ. ഇനി ഡോ പി ബൈ ഡോ സെഡ് ചെയ്താലോ? ഡോ പി ബൈ ഡോ സെഡ് ചെയ്താൽ സെഡിന്റെ എന്താണ് 1 ആണ്, ബാക്കി കോൺസ്റ്റന്റ് എന്താ e റൈസ് ടു എക്സ് ഇൻടു വൈ. ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. നമ്മൾ സാധാരണ ഇതുവരെ ചെയ്തു പോന്നിരുന്നത് ടോട്ടൽ ഡെറിവേറ്റീവ് ആണ്. ആൻഡ് നൗ യു ഹാവ് ടു റിമെമ്പർ ടോട്ടൽ ഡെറിവേറ്റീവ് ആസ് വെൽ ആസ് പാർഷ്യൽ ഡെറിവേറ്റീവ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഡിഫറൻഷ്യൽ കാൽക്കുലസിലേക്ക് വരാം. ആദ്യം എന്താണ് ഡെറിവേറ്റീവ് എന്നുള്ളൊരു കൺസെപ്റ്റ് വേണം. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എഴുതുക. എഫ് ഓഫ് എക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മള് എക്സ് എന്ന് പറഞ്ഞ എഫ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഉണ്ട് അല്ലെ, അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എക്സ് മാറിയാൽ എഫ് മാറും, അത്രേ ഉള്ളൂ. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ അല്ലെ. എക്സ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ഉണ്ട്, എക്സിന്റെ വാല്യൂ മാറിയാൽ എഫിന്റെ വാല്യൂ മാറും, ഒരു ഡിപ്പെൻഡൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? df by dx അല്ലെ. we are differentiating f with respect to x അല്ലെ. df by dx എന്ന് പറഞ്ഞാൽ എന്താണ്? if x changes by a small amount dx then f changes by a small amount df അല്ലെ. അല്ലെങ്കിൽ x എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഒരു സ്മാൾ എമൗണ്ട് മാറിയാൽ f ൽ എന്ത് ചേഞ്ച് ഉണ്ടാവും എന്നാണ് എന്ത് പറഞ്ഞിരുന്നത്? df by dx പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ? x is changing by a small amount dx അല്ലെ. അപ്പം f ൽ എന്ത് ചേഞ്ച് ഉണ്ടാവും എന്നാ കാണണ്ടേ അല്ലെ. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൂടെ? അല്ലെങ്കിൽ എക്സും എഫും ഡിപ്പെൻഡൻസ് ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ചേഞ്ച് ഇൻ എക്സ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ എഫ് അല്ലേ. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാം? df പ്രൊപ്പോർഷണൽ ടു dx എന്ന് പറഞ്ഞൂടെ അല്ലെ. എക്സ് മാറിയാൽ എഫ് മാറും അല്ലെ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? df ചേഞ്ച് ഇൻ എഫ് ഈക്വൽ ടു df by dx into x. ഇത് ശരിക്കും എന്താണ്? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഈ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എന്താ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ if the dependent variable changes by an amount then by what amount that variable changes അല്ലെ. ഡിപ്പെൻഡന്റ് വേരിയബിൾ ഒരു ചെറിയ എമൗണ്ട് ചേഞ്ച് ചെയ്താൽ ഈ മെയിൻ വേരിയബിൾ എത്രത്തോളം മാറുന്നു എന്നതിന്റെ ഒരു മെഷർമെന്റ് ആണ് എന്ത്? ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഈ df by dx അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് എ ഫംഗ്ഷൻ ആണെന്ന് പറയാറുണ്ട്. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്. സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? y equal to mx plus c ആണ് അല്ലെ. y equal to mx plus c where m is the slope of the function, c is the y intercept. y intercept എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈന് y ആക്സിസിൽ എവിടെ തട്ടുന്നു എന്നുള്ളതാണ് y intercept. ഇത് ഒറിജിനിലാണ്, അതുകൊണ്ട് ഇതിന്റെ y intercept എന്താണ്? 0 ആണ് അല്ലെ. അതുകൊണ്ട് I can write y equal to mx എന്ന് എഴുതാം. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈന് അല്ലെ. അല്ലെ സിമ്പിൾ ലോജിക്ക്. ഇതെന്താണ്? ഈ പിന്നെ ഇത് y പ്രൊപ്പോർഷണൽ ടു x എന്ന് പറഞ്ഞ ലൈനാണ് അല്ലെ. y പ്രൊപ്പോർഷണൽ ടു x ആണ്, y മാറിയാൽ x മാറും. അപ്പൊ ഇങ്ങനെയല്ലേ ഉണ്ടാകുക അല്ലെ. അപ്പൊ I can write slope m equal to y by x എന്ന് എഴുതാം അല്ലെ. m equal to y by x എന്ന് എഴുതാം. അത് ഇവിടെ നിന്നും വ്യക്തമാണ് അല്ലെ. ഇതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? y by x എന്ന് പറഞ്ഞ വാല്യൂ ഓഫ് y by വാല്യൂ ഓഫ് x അല്ലെ. അപ്പൊ ഈ ഒരു റീജിയൻ, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള റീജിയനിലുള്ള സ്ലോപ്പ് കാണാൻ നമ്മൾ എന്ത് ചെയ്യാൻ മതി? ആ രണ്ട് പോയിന്റിന് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക അല്ലെ. അപ്പൊ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് y എത്രയാണ്? y പ്ലസ് dy ആണ് ഹയർ വാല്യൂ, ലോവർ വാല്യൂ y ആണ്. പിന്നെ ഡിഫറൻസ് dy അല്ലെ. y പ്ലസ് dy മൈനസ് y ചെയ്താൽ എന്താ? y കട്ട് ചെയ്തു, ബാക്കി dy by ഇതിന്റെ വാല്യൂ എന്താണ്? x പ്ലസ് dx. ഡിഫറൻസ് എന്താ വരിക? dx എന്ന് വരും, dy by dx എന്ന് വരും. ഇതെന്താണ്? സ്ലോപ്പ് ആണ്. ഇനി ഇത് തന്നെയാണ് എന്ത്? tan theta അല്ലേ. സ്ലോപ്പ് ഓഫ് എ ഫംഗ്ഷൻ tan theta ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു തരണം. ഓക്കെ, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യണം. എങ്ങനെയാണ് സ്ലോപ്പ് ഓഫ് എ ഫംഗ്ഷൻ tan theta ആവുന്നതെന്ന് അല്ലെ. ടാൻജന്റ് എന്ന് പറയാറുണ്ട് ഇതിന്. ഫസ്റ്റ് ഡെറിവേറ്റീവിന് ടാൻജന്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. അതിന്റെ റീസൺ എന്താന്നുള്ളത് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഇനി y equal to f of x എന്ന് പറഞ്ഞത് അല്ലെ. നമ്മൾ f of x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തേ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ വൺ വേരിയബിൾ x. x മാറിയാൽ എന്താവും? f മാറും. അതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇത്തരം ക്വാണ്ടിറ്റീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ, ചേഞ്ച് കാണാൻ എളുപ്പമാണ് അല്ലെ. അതായത് if x changes by an amount, by what amount f changes. x മാറിയാൽ f എത്ര മാറും എന്നുള്ളതാണ് ഡെറിവേറ്റീവ് പറഞ്ഞിരുന്നത് അല്ലെ. അത് ഒരു വേരിയബിൾ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് വേറൊരു വേരിയബിൾ ഉണ്ടെന്ന് എഴുതാം, വേറൊരു ക്വാണ്ടിറ്റി ഉണ്ടെന്ന് എഴുതാം, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ, സപ്പോസ് ടെമ്പറേച്ചർ T എന്ന് പറഞ്ഞൊരു സ്കേലാർ ക്വാണ്ടിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് x, y and z അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? T
dt is a scalar function. എന്താ സ്കേലാർ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷനെ ബാധിക്കാത്ത ഫംഗ്ഷൻസിന് അല്ലേ. അപ്പം സ്കേലാർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ് അല്ലേ. ഇഫ് ടി റെപ്രസെന്റ് ദി ടെമ്പറേച്ചർ അറ്റ് എ പോയിന്റ്. ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത് ടെമ്പറേച്ചർ എന്നുള്ളത്. ടി ഓഫ് എക്സ് വൈ സെഡ്, സെഡ് ആണ്. ടി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡ് കോർഡിനേറ്റിലെ ടെമ്പറേച്ചർ ആണെന്ന് എഴുതാം. എക്സാമ്പിൾ 1 to 1. അപ്പൊ എന്താ പറയാ 1 to 1 എന്ന ലൊക്കേഷനിലെ ടെമ്പറേച്ചർ. ഇപ്പൊ നിങ്ങളൊരു റൂമിൽ നിൽക്കണം അല്ലെ. ഈ റൂമിനകത്ത് എല്ലാ സ്ഥലത്തും ഒരേ ടെമ്പറേച്ചർ ആവില്ല അല്ലല്ലോ. ഓരോ പോയിന്റ് വെച്ച് ടെമ്പറേച്ചർ മാറും. അതിന് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം അല്ലെ. അപ്പോ നമ്മളിപ്പോ ടി ഓഫ് 5 3 -1. അപ്പൊ 5 3 -1 എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ 5 3 1 എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ ഉണ്ടാവും അല്ലെ. എക്സ് ആക്സിലൂടെ 5 യൂണിറ്റ്, വൈ ആക്സിലൂടെ 3 യൂണിറ്റ്, സെഡ് ആക്സിലൂടെ 1 യൂണിറ്റ് പോയി കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തും. ആ പോയിന്റിലെ ടെമ്പറേച്ചർ ആണ് എന്ത് പറയുന്നത് T531 പറഞ്ഞു തരുന്നത്. അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ തരുക. അങ്ങനെ നമ്മൾ സ്കെയിലാർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്തരം ക്വാണ്ടിറ്റീസിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെയാ കാണുക എന്നുള്ളത് നോക്കണ്ടേ അല്ലെ. ഇവിടെ നോക്കുക, ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മാറിയാൽ എഫ് എത്ര മാറുന്നതാണ്. ഇവിടെ നമുക്ക് എന്താ കാണാല്ലേ, എക്സും വൈയും സെഡും മാറിയാൽ ടി എത്ര മാറുന്നുണ്ട്. ഓരോ ആക്സിസിലൂടെയും മോഷൻ ഉണ്ട്. ഓരോ ആക്സിസിലൂടെയും മോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ക്വാണ്ടിറ്റി മാറും. ഏതുപോലെ നമ്മളൊരു റൂമിൽ നിൽക്കുകയാണ്, ആ റൂമിന്റെ താഴ്ഭാഗത്ത് ടെമ്പറേച്ചർ കുറവാകും, മുകളിലേക്ക് പോകുമ്പോൾ റൂഫിന്റെ അവിടെ എന്താവും ടെമ്പറേച്ചർ കൂടും അല്ലെ. അതുപോലെ നമ്മളിപ്പോ ഒരു പ്ലെയിനിൽ ഈ പോയിന്റ് നിങ്ങട്ടേക്ക് ഇങ്ങനെ പോകാൻ തരുക, അപ്പൊ ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയിരിക്കും, ഒരു ലെയർ ആയിരിക്കും അല്ലെ. അപ്പൊ ആ ലെയറിൽ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അതുപോലെ താഴേക്ക് പോകുമ്പോൾ കൂടുന്നുണ്ടാവും അല്ലെങ്കിൽ കുറയുണ്ടാവും, അങ്ങനെ മാറുന്നുണ്ടാവും അല്ലെ. ആ വേരിയേഷൻ അറിയാൻ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് പറ്റിയൊരു ഡെറിവേറ്റീവിനെ കാണണം. പക്ഷെ ടോട്ടൽ ഡെറിവേറ്റീവിന്റെ ഒരു റൂള് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണത്, ചേഞ്ച് ഇൻ ടി. നമുക്ക് ചേഞ്ച് ഇൻ ടി അല്ലേ കാണണ്ടേ. ചേഞ്ച് ഇൻ ടി when we change the quantities x, y and z can be obtained as dou t by dou x dx plus dou t by dou y dy plus dou t by dou z dz. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടിയിൽ ഉണ്ടായ ചേഞ്ച് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കട്ടോ. നമ്മൾ വളരെ കോർ ആയിട്ടുള്ളൊരു കണ്ടന്റിലേക്കാണ് പോണേ. ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എക്സ് മാറിയാൽ എഫ് എത്രത്തോളം മാറും എന്നാണ് ഡെറിവേറ്റീവ് പറഞ്ഞിരുന്നത്. ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിരുന്ന ക്വാണ്ടിറ്റി പറഞ്ഞിരുന്നത് എന്താണ്, എക്സ് മാറിയാൽ എഫ് എങ്ങനെ മാറും എന്നാണ്. അതൊരു വേരിയബിൾ ഉള്ളൂ. ഇനി നമുക്ക് വേറെ ഫംഗ്ഷൻ തരുന്നത് എക്സും വൈനെയും സെഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. ഓരോ ഡയറക്ഷനിലൂടെ പോയാൽ ഓരോ ക്വാണ്ടിറ്റിയാണ് അല്ലെ. ഇപ്പൊ ടെമ്പറേച്ചർ എക്സാമ്പിൾ, ഓരോ ഡയറക്ഷനിലൂടെ പോയ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആണ്. അത്തരത്തിലൊരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഒരാളിപ്പോ റൂമിന്റെ എക്സിലൂടെ കുറച്ച് പോയി, വൈയിലൂടെ കുറച്ച് പോയി, സെഡിലൂടെ കുറച്ച് പോയി, അങ്ങനെ പോയി കഴിഞ്ഞാൽ എക്സിലും വൈയിലും സെഡിലും ചേഞ്ച് ആയില്ലേ. അങ്ങനെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ടി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക എന്ന് നോക്കണേ. അപ്പോ എക്സില് ഡി എക്സ് മാറി, വൈയില് ഡി വൈ മാറി, സെഡിൽ ഡി സെഡ് മാറി എന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറിൽ എന്ത് മാറ്റം ഉണ്ടായി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണിത് അല്ലെ. ഈ ക്വാണ്ടിറ്റി അത് ടോട്ടൽ ഡെറിവേറ്റീവിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഈ ബ്രാക്കറ്റിനകത്തിട്ട്. ഇനി ഇത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ഇതെന്താണ്, ഒരു ഡോട്ട് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും അല്ലെ. ഡി ടി ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റുക, ഡോ ടി ബൈ ഡോ എക്സ് എക്സ് ക്യാപ് പ്ലസ് dou t by dou y y cap plus dou t by dou z z cap dot dx x cap plus dy y cap plus dz z cap. മനസ്സിലായോ? ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയേ. ഡോട്ട് പ്രോഡക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതിൽ ഓർമ്മക്കേണ്ട ഫോർമുലേഷൻ എന്തൊക്കെയാണ്, എക്സ് ഡോട്ട് എക്സ് 1 ആണ്, വൈ ഡോട്ട് വൈ 1 ആണ്, സെഡ് ഡോട്ട് സെഡ് 1 ആണ്. ബാക്കി എന്ത് കോമ്പിനേഷനും 0 ആണ്. അത് മാത്രം മതി അല്ലേ. ഇനി ഇതിനെ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് നോക്കുക. ഇതൊരു വെക്ടർ ആണ്, ഈ ബ്രാക്കറ്റിനകത്തുള്ള ഒരു വെക്ടർ ആണ് അല്ലേ. ഡോട്ട് ടി ബൈ ഡോ എക്സ് എക്സ് ക്യാപ്പ്, ഒരു കമ്പൗണ്ട് ഡോട്ട് ടി ബൈ ഡോ എക്സ്, മറ്റേ ഡോട്ട് ടി ബൈ ഡോ വൈ, ഡോട്ട് ടി ബൈ ഡോ സെഡ്. ഇനി ഇതിനെ ഓരോന്നിനെ ഡോട്ട് ചെയ്ത് നോക്ക്. ഡോട്ട് ടി ബൈ ഡോ എക്സ് എക്സ് ക്യാപ്പ് ഡോട്ട് ഡി എക്സ് എക്സ് ക്യാപ്പ് എന്ത് വരും, എക്സ് ക്യാപ് ഡോട്ട് എക്സ് ക്യാപ് 1, ബാക്കി ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഫസ്റ്റ് ക്വാണ്ടിറ്റി. ഇനി എക്സ് ക്യാപ് ഡോട്ട് വൈയും എക്സ് ക്യാപ് ഡോട്ട് സെഡും 0 ആയി പോയി
ബാക്കി ഡോട്ട് ടി ബൈ ഡോ വൈ വൈ ക്യാപ് ഡോട്ട് എക്സ് ക്യാപ് 0 ആയി, വൈ ക്യാപ് എന്താവും 1 ആവും. അപ്പൊ ഡോട്ട് ടി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ രണ്ടാമത്തെ ടേം. അതുപോലെ നമുക്ക് മൂന്നാമത്തെ ടേം കിട്ടും അല്ലേ. ഈ ക്വാണ്ടിറ്റി ഇനി ഇവിടെ വെക്കുന്ന ക്വാണ്ടിറ്റി നമ്മൾ മുമ്പ് പഠിച്ചാണ്. ഇതെന്താണ് ലെങ്ത് വെക്ടർ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെ, ഡി എൽ അല്ലെ. ഈ ക്വാണ്ടിറ്റിനെ ഞാൻ ഡി ടി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിനെ ഞാൻ എന്ത് ചെയ്താണ് ഡെൽ ടി ഡോട്ട് ഡി എൽ എന്ന് എഴുതാം. എന്താ ഇതിനെ ഡെൽ ടി ഡോട്ട് ഡി എൽ. ഡി എൽ എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ സ്മോൾ ലെങ്ത് വെക്ടർ അല്ലെ. ഈ ക്വാണ്ടിറ്റി ഇതിനകത്ത് ടി കോമൺ അല്ലേ, ടിനെ ഞാൻ പുറത്തെടുത്തു. ടി ഈസ് എ സ്കേലാർ ഫംഗ്ഷൻ അല്ലെ, ഡെൽ ടി ഡോട്ട് ഡി എൽ. ഈ ക്വാണ്ടിറ്റി ഡെൽ ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് എക്സ് ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ വൈ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് സെഡ് ക്യാപ്. ഇതിനെ നമ്മൾ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയും അല്ലെ. ഡെൽ ടി എന്ന് പറഞ്ഞ ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ ഗ്രേഡിയന്റ് എന്നും പറയും. എന്താ പറയാ ഗ്രേഡിയന്റ് അല്ലെ. നമ്മുടെ ടോപ്പിക് എന്താണ് ഞാൻ എഴുതാൻ മറന്നു. ടോപ്പിക് എന്താണ് ഗ്രേഡിയന്റ് ഓഫ് എ ഫംഗ്ഷൻ. ഡിഫറൻഷ്യൽ കാൽക്കുലേഷനകത്തെ ഫസ്റ്റ് ടോപ്പിക് ആണ് ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ. ടോപ്പിക് അങ്ങനെ തന്നെ എഴുതണം, ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ എന്ന് തന്നെ എഴുതണം. ഗ്രേഡിയന്റ് ഈസ് ആപ്ലിക്കബിൾ ടു സ്കേലാർസ് ഓൺലി. സ്കേലാർ ഫംഗ്ഷന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനമാണ് എന്ത് ഗ്രേഡിയന്റ് അല്ലെ. അപ്പൊ ഗ്രേഡിയന്റ് എന്താണ് ഡെൽ ടി. അതെങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം dot t by dou x x cap plus dot t by dou y y cap plus dot t by dou z z cap, where t is the scalar function. This quantity del equal to dou by dou x x cap plus dou by dou y y cap plus dou by dou z z cap. ഇതിനകത്തുനിന്ന് കിട്ടിയതാണത് t പുറത്തെടുത്തപ്പോ. This quantity is called del operator. എന്താ പറയാ del operator അല്ലേ. അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. പക്ഷെ അതിന് മുമ്പേ എന്താണ് ഗ്രേഡിയന്റ് എന്താന്ന് പറയണം അല്ലെ. ഗ്രേഡിയന്റ് എന്താ നമുക്ക് തരുന്നത്? ഇറ്റ് ഗീവ്സ് ദി ചേഞ്ച് ഇൻ എ ഫംഗ്ഷൻ. ഒരു സ്കേലാർ ഫംഗ്ഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് തരുന്നത്. എന്ത് ചേഞ്ച്? അതിന്റെ ഡിപ്പെൻഡന്റ് വേരിയബിൾസ് മാറിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെ. അതിന്റെ എക്സ് വൈ സെഡ് ക്വാണ്ടിറ്റീസ് മാറിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എത്രത്തോളം മാറും എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി ഇങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോൾ അതിന്റെ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ചോദിക്കും, അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രേഡിയന്റ് ഇതാണ്. ഗ്രേഡിയന്റ് ഓഫ് എ ഫംഗ്ഷൻ ആൾവേസ് പോയിന്റ്സ് ടുവാർഡ്സ് എ മാക്സിമം ചേഞ്ച് അല്ലെ. ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫംഗ്ഷൻ ആൾവേസ് പോയിന്റ്സ് ടുവാർഡ്സ് ദി മാക്സിമം ചേഞ്ച് ഇൻ ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ. ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രേഡിയന്റ്, മാഗ്നിറ്റ്യൂഡ് എങ്ങനെ പറയാം? del t അല്ലെ. The magnitude of gradient gives the slope of the function or the maximum change അല്ലെ. ഗ്രേഡിയന്റ് എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്? ടുവാർഡ്സ് ദി മാക്സിമം ചേഞ്ച്. ആൻഡ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ തരുന്നത്? മാഗ്നിറ്റ്യൂഡ് ഗീവ്സ് ദി സ്ലോപ്പ് ഓഫ് ദി ഫംഗ്ഷൻ ഓർ ദ മാക്സിമം ചേഞ്ച്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പോയിന്റിൽ നിന്നിട്ട്, ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ പോയിന്റിൽ നിന്നിട്ട് ഞാൻ ഈ റൂമിലെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അങ്ങനെ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാണ്. എന്നിട്ട് ടെമ്പറേച്ചറിന് ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി അല്ലേ. ഇതിൽ എക്സിൽ പോയ എത്രയാണ്, വൈയിൽ പോയ എത്രയാണ്, അങ്ങനെ ഞാനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി, ടെമ്പറേച്ചറിന് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ഈ പോയിന്റിൽ നിന്നുകൊണ്ട് ആ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കണ്ടു കഴിഞ്ഞാൽ അതൊരു വെക്ടർ കിട്ടുക അല്ലെ. വെക്ടറിൽ കിട്ടുക അല്ലെ. ഡെൽ ടി എന്ന് പറഞ്ഞൊരു വെക്ടർ കിട്ടുക അല്ലെ. ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്തു, വൈ ചെയ്തു, സെഡ് ചെയ്തു. ഇതിന്റെ കൂടെ എന്തുണ്ട്? എക്സ് ക്യാപ്, വൈ ക്യാപ്, സെഡ് ക്യാപ് ഉണ്ട്. അപ്പൊ ഗ്രേഡിയന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക എന്താണ്? ഒരു വെക്ടർ ആണ് അല്ലെ. നമ്മൾ ചെയ്യുന്നത് സ്കേലാറിനെ ആണെങ്കിലും ഗ്രേഡിയന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൻസർ എന്താണ്? ഒരു വെക്ടർ ആണ്. അപ്പൊ ഞാൻ ഈ പോയിന്റിൽ നിന്നുകൊണ്ട് എനിക്ക് കിട്ടിയ ടെമ്പറേച്ചർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് കണ്ടാൽ എനിക്ക് എന്ത് കിട്ടും? ഒരു വെക്ടർ കിട്ടും. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരുന്നു അറിയോ? ഈ റൂമിൽ എവിടെയാണോ മാക്സിമം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുക അവിടേക്കാ പോവാ അല്ലെ. അപ്പൊ ഞാന് ഇവിടെ നിന്നു അല്ലെ. ഇപ്പൊ അവിടെ ഞാൻ എന്തെങ്കിലും ഒരു ഇപ്പൊ സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് കരുതുക. അപ്പൊ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ അങ്ങോട്ടാവും. ഞാൻ ഇവിടെ നിന്ന് ഗ്രേഡിയന്റ് കണ്ടാൽ എനിക്കൊരു വെക്ടർ കിട്ടും. ആ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാവും? ആ സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്തേക്കായിരിക്കും. ഇനി അല്ല, നിങ്ങളൊരു കുന്നും പുറത്ത് നിൽക്കാന്ന് കരുതുക. നിങ്ങൾ ആ കുന്നിന്റെ ചെരിവ് കാണാനുള്ള ഒരു ഇക്വേഷൻ കാണുകയാണ് അല്ലെ. അപ്പം ഏറ്റവും കുത്തനെയായിട്ടുള്ള സ്ഥലം എവിടെയാണോ അവിടേക്കാണ് നിങ്ങൾ ആ ഗ്രേഡിയന്റ് ലീഡ് ചെയ്യുക
ഓക്കെ, ഇനി ആ മാക്സിമം ചേഞ്ച് എത്രയാന്നുള്ളതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് തരിക. ഇതാണ് ഗ്രേഡിയന്റിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിരുന്നു കോർഡിനേറ്റ് സിസ്റ്റം തറവായി പഠിക്കണമെന്ന്. ഗ്രേഡിയന്റ് നമുക്ക് കാണാൻ ഇപ്പൊ കാർട്ടീഷ്യനിലുള്ള ഗ്രേഡിയന്റ് നമുക്ക് അറിയുള്ളൂ. നമുക്ക് ഏത് കോർഡിനേറ്റ് സിസ്റ്റം കിട്ടിയാലും അതിനകത്ത് എന്ത് ചെയ്യണം? ഗ്രേഡിയന്റ് കാണണം. അതിനുള്ള ഫോർമുല ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഗ്രേഡിയന്റിനുള്ള ഫോർമുല ഇതാണ്. സപ്പോസ് del t, t is a scalar function. അതിനുള്ള ഫോർമുല ഇതാണ്. q1 cap by h1 into dou by dou q1 plus ഇവിടെ t ഉണ്ട് അല്ലേ, q2 cap by h2 dou by dou q2 plus q3 cap by h3 into dou by dou q3 into t. ഓക്കെ, ഗ്രേഡിയന്റ് കാണാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞത് ഏത് കോർഡിനേറ്റ് സിസ്റ്റം ആയിക്കോട്ടെ, കാർട്ടീഷ്യൻ അല്ല ഏതായിക്കോട്ടെ. അപ്പോൾ ഓരോ സിസ്റ്റത്തിൽ നമ്മൾ q1 q2 q3 ഉം h1 h2 h3 നമ്മൾ പഠിച്ചാണ് അല്ലേ. എന്താ h1 h2 h3? മെട്രിക് എലമെന്റ്സ് അല്ലേ. എന്താണ് q1 q2 q3? കോർഡിനേറ്റ്സ് അല്ലേ. അപ്പോൾ t എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, സ്കേലാർ ഫംഗ്ഷൻ അല്ലേ. അപ്പൊ നമുക്കിത് കാർട്ടീഷ്യൻ കാണാം അല്ലേ. കാർട്ടീഷ്യനിൽ q1 q2 q3 എന്ന് പറഞ്ഞ എന്താണ്? x y z ആണ് അല്ലേ. അതുപോലെ h1 h2 h3 എന്ന് പറഞ്ഞ എന്താണ്? 1 1 1 ആണ് അല്ലേ. പഠിച്ചതല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. q1 q2 q3 ക്ക് പകരം x y z കൊടുക്കാം, h1 h2 h3 ക്ക് പകരം 1 കൊടുക്കാം. അപ്പൊ ഡിനോമിനേറ്റർ ഒക്കെ 1 ആയി. h1 h2 h3 ഒക്കെ 1 ആണ്. ബാക്കി എന്താ ഉണ്ടാവുക? x cap into dou by dou q1 എന്ന് പറഞ്ഞാൽ എന്താണ്? x q1 cap അല്ലേ, പ്ലസ് y cap into dou by dou y അല്ലേ, q2 cap y cap q2 y പ്ലസ് z cap into dou by dou z എന്ന് വരും അല്ലേ, into t. ക്ലിയർ ആയോ? ഇതല്ലേ നമ്മൾ നേരത്തെ ഡെൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ അല്ലേ. ഡെൽ ഓപ്പറേറ്റർ അല്ല ഗ്രേഡിയന്റ് അല്ലെ. ഡെൽ ഓപ്പറേറ്റർ ഇങ്ങനെയാണ്, പക്ഷെ ഗ്രേഡിയന്റും ഡൈവേർജൻസും കേളൊക്കെ ഇനി പറയുന്നുണ്ട്. നമുക്ക് ഗ്രേഡിയന്റിൽ എന്താണ് ഇങ്ങനെയാണ് പറയാം അല്ലെ. ഇനി നിങ്ങൾക്ക് ഇന്ന് തരുന്ന വർക്ക് ഇതാണ്. എന്താ ചെയ്യണ്ടേ? എന്താവും വർക്ക്? ഇത് കാർട്ടീഷ്യനാണ്. സിലിണ്ടറിക്കലിലും സ്ഫെറിക്കലിലും എങ്ങനെയാണ് ഗ്രേഡിയന്റ് വരിക എന്നുള്ളത് എഴുതി സബ്മിറ്റ് ചെയ്യാം രാത്രി 10 മണിക്ക്. ഓക്കെ, എന്താ ചെയ്യണ്ടേ? സിലിണ്ടറിക്കലിലും കാർട്ടീഷ്യനിലും ഗ്രേഡിയന്റിന്റെ ഫോം എങ്ങനെയാണ് അല്ലെ. അവിടുത്തെ q1 q2 q3 h1 h2 h3 ഒക്കെ അറിയാം, അത് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം ഗ്രേഡിയന്റ് വെച്ചിട്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി ഗ്രേഡിയന്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഗ്രേഡിയന്റ് കാണാം. പൊസിഷൻ വെക്ടറിന്റെ ഗ്രേഡിയന്റ് നമുക്ക് കാണാൻ പറ്റൂല, കാരണം എന്താണ്? അത് വെക്ടർ ആണ്. ഗ്രേഡിയന്റ് അപ്ലൈസ് ടു സ്കേലാർസ് ഓൺലി. അപ്പൊ പൊസിഷൻ വെക്ടർ ഇതാണ്. x x cap plus y y cap plus z z cap അല്ലേ. അപ്പോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതല്ലേ മാഗ്നിറ്റ്യൂഡ് അല്ലേ. ഇനി എന്താ കാണണ്ടേ? ഡെൽ ആർ കാണണം. എന്താ കാണണ്ടേ? ഡെൽ ആർ. ഡെൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേഡിയന്റ്. ഡെൽ ആർ ഇവിടെ ഡോട്ടും ഒന്നും പാടില്ല. ഡെൽ ആർ അല്ലേ. ഡെൽ ആർ എങ്ങനെയാണ്? എന്താ ഫോർമുല? ഡെല്ലിന്റെ ഫോർമുല എക്സ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് സെഡ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു ആർ അല്ലേ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇനി നിങ്ങൾ ഇതിൽ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഞാൻ നേരത്തെ ഡോ ബൈ ഡോ എക്സ് എക്സ് ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ വൈ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് സെഡ് ക്യാപ് എന്ന് എഴുതി. ഇത് ഓർഡർ മാറിയാലും കുഴപ്പമില്ല. എക്സ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് അങ്ങനെ എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷനെ ഇത് ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യാം? എക്സ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇത് ചെയ്യണം, പ്ലസ് വൈ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഇത് പ്ലസ് സെഡ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഓഫ് ഇത് അല്ലേ. എങ്ങനെ ചെയ്യാം? ഡെൽ ആർ ഈക്വൽ ടു എക്സ് ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം പ്ലസ് വൈ ക്യാപ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് റൂട്ട് ഓഫ്
x square plus y square plus z square plus z cap into dou by dou z of root of x square plus y square plus z square എന്ന് ചെയ്യണം. ഇത് ചെയ്യണം. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഒന്ന് ചെയ്യാം, എന്നിട്ട് അതിനൊരു സിമിലാരിറ്റി കിട്ടും. അപ്പൊ നമുക്ക് ബാക്കി രണ്ട് ഒപ്റ്റൈൻ ചെയ്യാം. നമുക്ക് എന്താ ചെയ്യണ്ടേ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇത് ചെയ്യണം അല്ലേ. എന്താ ചെയ്യണ്ടേ, ഡോ ബൈ ഡോ എക്സ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ചെയ്യണം. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എങ്ങനെ, പാർഷ്യൽ ആണ്, ഡോ ബൈ ഡോ എക്സ് ആണ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രം, ബാക്കി ഇതിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി അല്ലേ. എങ്ങനെ ചെയ്യാം, ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താണ് അല്ലേ, റൂട്ട് എക്സ് എന്നുള്ള ഫോം അല്ലേ, 1/2 റൂട്ട് എക്സ് അല്ലേ. പിന്നെ വരും 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു എന്താ വരിക, ഇതിനകത്ത് ഇനി എക്സിന്റെ ഫംഗ്ഷൻ ആണല്ലേ, എക്സ് സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, 2x അല്ലേ, 2x അല്ലേ. അപ്പൊ 2 കട്ട് ചെയ്ത് പോകും, ബാക്കി എന്താ കിട്ടിയേ, എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ, ഡിഫറൻഷിയേറ്റ് ചെയ്തു, റൂട്ട് എക്സ് ആണ് 1/2 റൂട്ട് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ 2x, ബാക്കി വൈ സ്ക്വയറും സെഡ് സ്ക്വയറും കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സ്ക്വയർ എന്താ 0 ആണ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് സ്ക്വയർ എന്താ 0 ആണ്, അങ്ങനെ കിട്ടും അല്ലേ. അപ്പൊ ഇനി വൈന്റെ എന്താവും, വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു സെഡ് എന്താണ്, സെഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽ ആർ ഈക്വൽ ടു എക്സ് ക്യാപ് ഇൻറ്റു എന്താണല്ലേ അവിടെ, എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് വൈ ക്യാപ് ഇൻറ്റു ഇത് ചെയ്താൽ എന്താ കിട്ടുക, വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ക്യാപ് ഇൻറ്റു സെഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇനി ഇതിനകത്ത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ കോമൺ ആണ് അല്ലേ ഡിനോമിനേറ്ററിൽ. ബാക്കി മുകളിൽ എന്താണല്ലേ, എക്സ് എക്സ് ക്യാപ് പ്ലസ് വൈ വൈ ക്യാപ് പ്ലസ് സെഡ് സെഡ് ക്യാപ്. എക്സ് എക്സ് ക്യാപ് പ്ലസ് വൈ വൈ ക്യാപ് പ്ലസ് സെഡ് സെഡ് ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആറാണ്, വെക്ടർ ആറാണ് അല്ലേ, ഈക്വൽ ടു എക്സ് എക്സ് ക്യാപ് പ്ലസ് വൈ വൈ ക്യാപ് പ്ലസ് സെഡ് സെഡ് ക്യാപ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, വെക്ടർ ആർ ആണ് അല്ലേ, വെക്ടർ ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്താ, മോഡ് വെക്ടർ ആർ ആണ് അല്ലെ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ആർ ആണ്. ഇനി വെക്ടർ ആർ ബൈ മോഡ് വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ എന്താ, യൂണിറ്റ് വെക്ടർ അല്ലേ, ആർ ക്യാപ് അല്ലേ, വെക്ടർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ ആണ് എന്ത്, യൂണിറ്റ് വെക്ടർ അല്ലേ. ഇനി നോക്ക്, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തേ, പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു, ഗ്രേഡിയന്റ് കണ്ടു അല്ലെ. എന്താ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാല്, ഇങ്ങനെ ഒരു 3 ഡയമെൻഷണൽ സ്പേസ് ഉണ്ടെന്ന് കരുതുക, ഇവിടെ എക്സ് വൈ സെഡ് ഉണ്ടെന്ന് കരുതുക, ഈ സെന്ററിന് പുറത്തേക്ക് പോകുന്ന ഒരു വെക്ടർ ആണ് എന്ത്, പൊസിഷൻ വെക്ടർ. ആ പൊസിഷൻ വെക്ടർ എങ്ങനെ പോകുന്നത്, സെന്ററിന് പുറത്തേക്ക് പോവാ അല്ലെ. അതിന്റെ മാക്സിമം ചേഞ്ച് എങ്ങനെ ഉണ്ടാവുക, അത് മാക്സിമം പുറത്തേക്ക് പോകുമ്പോ അല്ലെ, ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് ഒരു നൂല് കിട്ടുക അല്ലെ, അതിലൂടെ നമ്മൾ എത്രത്തോളം പോകുന്നു അത്രത്തോളം നമുക്ക് ആറിലും ചേഞ്ച് ഉണ്ടാവും അല്ലെ, അല്ലെ അങ്ങനെയല്ലേ ഉണ്ടാവുക. നമ്മളിപ്പോ ഒരു പോയിന്റിൽ നിന്ന് എത്രത്തോളം അകലേക്ക് പോകുന്നു അത്രത്തോളം ആർ ഇങ്ങനെ വാല്യൂ കൂടി കൂടി വരും അല്ലെ. അപ്പൊ ഏതിലൂടെ പോയാലാണ് കൂടുക എന്നാണ് ചോദിക്കണേ. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പോയിന്റ്സ് ടുവാർഡ്സ് ദി മാക്സിമം ചേഞ്ച് ഇൻ ദാറ്റ് ഫംഗ്ഷൻ. എങ്ങനെ പോയാലാണ് മാക്സിമം ചേഞ്ച് ഉണ്ടാകുക, എലോങ് ആർ അല്ലെ, ആർ ക്യാപ്പിലൂടെ പോയാലാണ് മാക്സിമം ചേഞ്ച് ഉണ്ടാകുക. ക്ലിയർ ആയോ? അപ്പൊ അതാണ് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഗ്രേഡിയന്റുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസും കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്, അടുത്ത ക്ലാസ് ചെയ്യാം. അപ്പൊ ഇന്ന് പറഞ്ഞ വർക്ക് മറക്കരുത്. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.